മമ്മൂട്ടി മോഹൻലാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമ 19 വർഷത്തിന് ശേഷം. ലാസ്റ്റ് പടം ഏതായിരുന്നു? അല്ല 2020. സോറി 2020 മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരുന്നു. പക്ഷെ ഇത് അതുക്കും മേലെ. അല്ല ഇത് 2020 ഹിറ്റ് ആയെങ്കിലും ഇത്രയും കാസ്റ്റിൽ ആളുകളൊക്കെ അല്ലെ മാനേജ് ചെയ്ത സിനിമയായിരുന്നു 2020. ഭയങ്കര സിനിമയായിരുന്നു. പക്ഷെ ഇത് മൾട്ടി സ്റ്റാർ സിനിമയാണ്. അതായത് ലിസ്റ്റ് പറയാം. കേരളത്തിന് പുറത്തുള്ള ആളുകളെല്ലാം ഈ സിനിമയ്ക്ക് നമുക്ക് ആദ്യം ഇത് സിനിമ സംവിധാനം ചെയ്യുന്ന മാലിക് സിനിമയുടെ മഹേഷ് നാരായണനാണ് സിനിമ സംവിധാനം ചെയ്തത്. നമ്മൾ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ചെയ്തായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഷൂട്ട് ഇപ്പൊ ശ്രീലങ്കയിൽ ഇന്നലെ ഞാൻ കണ്ടിരുന്നു. അതായത് ചാക്കോച്ചനും ലാലേട്ടനും മമ്മൂക്കും കൂടെ നടന്നു വരുന്ന എയർപോർട്ടിൽ, കൊച്ചി എയർപോർട്ടിലാണോ? അല്ലല്ല, അത് ശ്രീലങ്ക എയർപോർട്ട്. ഓക്കെ, ഇവരുടെ ഒരു സെൽഫി ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ വൈറലായത്. അപ്പോഴാണ് ഈ സിനിമയെ കുറിച്ചിട്ട് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. നമുക്ക് ഇതിന്റെ ഒരു കാസ്റ്റിംഗ് ലിസ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കാസ്റ്റിംഗ് ലിസ്റ്റില് ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ ജാക്കി ഷ്രഫ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ ശിവരാജ് കുമാർ, അതേപോലെ തന്നെ തെലുങ്കില് വെങ്കടേഷ്. നാഗാർജുന ഉണ്ടോ? ഇല്ല, വെങ്കടേഷ് ഉണ്ട്. പിന്നെ വിവേക് ഒബ്രോയി, സമന്ത റൂത്ത് പ്രഭു, പിന്നെ ജാക്കി ഷറഫ് ഓൾറെഡി പറഞ്ഞു, മഞ്ജു വാര്യർ, പിന്നെ നമ്മുടെ ഉണ്ണിമുകുന്ദൻ, ആസിഫ് അലി, നസ്ലിൻ, പിന്നെ സൗബിൻ ഷാഹിർ, പിന്നെ തെന്നിന്ത്യൻ സൂപ്പർ നടിയായിട്ടുള്ള നമ്മുടെ നയൻതാര മമ്മൂക്ക കോംബോ. കാരണം നയൻതാര മമ്മൂക്ക കോംബോയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും ഹിറ്റാണ്. ഈ സിനിമ ഇപ്പൊ ഒരു 2-2.5 മണിക്കൂർ 3 മണിക്കൂർ 2.5 മണിക്കൂറാന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി മമ്മൂട്ടി മോഹൻലാലിനെ കറക്റ്റ് ഡിവൈഡ് ചെയ്ത ഒരു റോളാണോ അതോ മമ്മൂട്ടി ക്യാമിയോ ആണോ ലാലേട്ടൻ ക്യാമിയോ? ലാലേട്ടൻ ക്യാമിയോ റോളാണ് ഇതിനകത്ത്. ലാലേട്ടൻ എത്ര നേരം ഉണ്ട്? ഒരു അരമണിക്കൂറോളം സിനിമയ്ക്കകത്തുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത്. 30 മിനിറ്റ്, അതായത് 30 ദിവസത്തെ ഡേറ്റ് ആണ്. അതെ, മമ്മൂക്ക 130 ദിവസമാണ് ഈ സിനിമയുടെ ഒരു ഷൂട്ടിങ്. മമ്മൂക്ക കൂടുതൽ സമയമുണ്ടോ? മമ്മൂക്കാണ് മെയിൻ റോളിൽ ഇതിനകത്ത് എത്തുന്നത്. അപ്പൊ ഇത് പിന്നെ ഇപ്പൊ ശ്രീലങ്കയിലാണ് ഷൂട്ട്. ഇനി UK, അങ്ങനെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളുടെ പേര് ഇതുവരെ പേരിട്ടിട്ടില്ല. പേര് ഒരു പക്ഷെ ചിലപ്പോ അത് ഇതുപോലെ തന്നെ വലിയൊരു അപ്ഡേഷൻ തന്നെ ആയിരിക്കും പേര് വരുന്നത്. അല്ല, എന്നത്തേക്കാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഷൂട്ട് ഓൾറെഡി തുടങ്ങി. ഇപ്പം ഫഹദ് എത്തി, കുഞ്ചാക്കോവൻ എത്തി, പിന്നെ മോഹൻലാൽ മമ്മൂക്കൊക്കെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീലങ്കയിലെത്തി. ഇന്നലെ അതിന്റെ ഒരു പൂജയായിരുന്നു. അപ്പം മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സിനിമ എന്ന് പറയാം. ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. പിന്നെ മമ്മൂട്ടി കമ്പനിയും ആശീർവാദും ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എടുക്കുക ബുദ്ധിമുട്ടെന്താ? സുരേഷ് ഗോപി അഭിനയിപ്പിക്കാൻ ഇപ്പം എനിക്കൊന്നൊരു ഇതുണ്ടല്ലോ, വിലക്കുണ്ട്, അതുകൊണ്ടായിരിക്കും. വിലക്കിന്റെ അല്ലേ ഇപ്പൊ നമ്മുടെ അമിത്ഷായും മറ്റേ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒറ്റക്കൊമ്പൻ മാറ്റി വെച്ചല്ലോ. അത് ചെയ്യാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ നീ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുക, ഇല്ലെങ്കിൽ സിനിമ ചെയ്യാന്നാണ് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ഈ മൾട്ടി സ്റ്റാർ ബ്രഹ്മാണ്ഡ മലയാള സിനിമ അത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം മമ്മൂട്ടി ഫാൻസ് ആയിക്കോട്ടെ, ലാലേട്ടൻ ഫാൻസ് ആയിക്കോട്ടെ, കുഞ്ചാക്കോ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമ തന്നെ ആയിരിക്കും ഇത്. 2025 തന്നെ റിലീസ് ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം 2025 പകുതിയോടുകൂടി സിനിമ തിയേറ്ററിൽ എത്തുമെന്നാണ് പറയുന്നത്. കുഴപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ മൾട്ടി സ്റ്റാർ പറയുന്നുണ്ടെങ്കിലും ഓക്കെ, അതിനകത്ത് 2 വശങ്ങളുണ്ട്. അത് മൾട്ടി സ്റ്റാറിന്റെ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, മമ്മൂട്ടിക്ക് നല്ലൊരു ഇൻട്രോ, നല്ല റോള് കൊടുക്കണം. ലാലേട്ടന് നല്ല റോള് കൊടുക്കണം. ഈ പറഞ്ഞ പോലെ ആസിഫ് അലി ഉൾപ്പെടെയുള്ള കുഞ്ചാക്കോച്ചൻ, അല്ലെങ്കിൽ നസ്ലിൻ, ഇപ്പം ഈവൻ മഞ്ജു വാര്യർ ഉൾപ്പെടെ, ഇനിയിപ്പോ നയൻതാരയാണ്. അപ്പൊ നയൻതാര ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു റോള് കൊടുക്കുമ്പോ ഇവർക്കെല്ലാം സ്ക്രീൻ സ്പേസ് കൊടുത്ത് വരുമ്പോഴത്തേക്ക് സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവണം അല്ലെ. ഒരു അതിനകത്ത് എങ്ങനെ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ ലാലേട്ടനടക്കം ഈ സിനിമയ്ക്ക് പിന്നെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം 30 മിനിറ്റ് ലാലേട്ടൻ ക്യാമിയോ റോളിൽ സിനിമയിൽ എത്തുമ്പോൾ 30 മിനിറ്റ് അല്ല, ക്യാമിയോ റോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. 30 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമയിലെ മെയിൻ സമയം ആയിരിക്കാം. ഒരു പക്ഷേ ചിലപ്പം ഇൻട്രോന് മുമ്പാകാം, അല്ലെങ്കിൽ ഇൻട്രോന് ശേഷമാകാം. മെയിൻ റോൾ ആയിരിക്കാം ചിലപ്പം. ഇപ്പം നമുക്ക് ഇപ്പൊ 2020 നമ്മൾ സിനിമ കണ്ടപ്പോ നമ്മൾ എങ്ങനെ വിചാരിച്ചു ഇത്രയും ആൾക്കാരെ എങ്ങനെ കൊണ്ട് ഇതിനകത്ത് പിന്നെ പ്രസന്റ് ചെയ്യുമെന്നായിരുന്നല്ലോ. പക്ഷെ അത് എന്താ പറയാ, എല്ലാവർക്കും തുല്യമായിട്ടുള്ള റോളല്ലേ കൊടുത്ത എന്ന് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും ഈ ഒരു സിനിമയും. അങ്ങനെ ആയാൽ കൊള്ളാം. കാരണം അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ആളുകളെ കാണാൻ വേണ്ടി ഒരു സിനിമയിൽ ഇത്രയും പണം മുടക്കി ഒരു സിനിമ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തൊന്നുമില്ലാതെ എന്തായാലും ഈ 2 കൂട്ടരും ക്യാഷ് മുടക്കത്തില്ലല്ലോ. പ്രത്യേകിച്ച് മമ്മൂക്ക ഇപ്പൊ എടുക്കുന്ന ഓരോ സിനിമകളും പ്രൊഡക്ഷൻ നമ്മുടെ ആശീർവാദ് കമ്പനി, ആശീർവാദ്, അതോടൊപ്പം തന്നെ നമ്മുടെ ആൻഡോ ജോസഫ്, ആൻമഗ മീഡിയ, ഇവരാണ് ഇതിന്റെ സിനിമ. പൃഥ്വിരാജിന്റെ കുറവുകളുണ്ട്. കാരണം മൾട്ടി സ്റ്റാർ എന്ന് പറയുമ്പോൾ
സ്പേസ് കിട്ടാത്തോണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ചിലപ്പോ കുറച്ചുകൂടെ ഇത് വരുമല്ലോ. അപ്പൊ ഇന്നലെ മമ്മൂക്കാട് ഒരു എൻട്രി ഭയങ്കര ഒരു എൻട്രി ആയിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ വൈറ്റ് ഷർട്ട് മമ്മൂക്ക എൻജോയ് ചെയ്ത് ഭയങ്കര ഇഷ്ടം. കുറെ നാൾക്ക് ശേഷമാണ് പുള്ളി ഇൻഷർട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ കാണുന്നത്. കുറെ നാൾക്ക് ശേഷം മാൻലി ഫീല് എപ്പോഴും കാണുന്ന ഒരു ഭയങ്കര ഒരു ക്യൂട്ടായിരുന്നു മമ്മൂക്കാട് ആ ഒരു വരവും ആ ഒരു സ്റ്റൈലും ഒക്കെ. അതോടൊപ്പം തന്നെ മോഹൻലാൽ ലാലേട്ടൻ ആ പൂജയുടെ സമയത്ത് ഉള്ള ആ ഒരു സംഭവമൊക്കെ. എന്തായാലും മൾട്ടി സ്റ്റാർ ചിത്രം എന്ന് നമ്മൾ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് ഈ സിനിമ കാണാനും അല്ലെങ്കിൽ സിനിമയെ കുറിച്ചിട്ടാണ് ഇപ്പം മലയാളി സിനിമാ പ്രേമികൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും ലാലേട്ടന്റെ? നമുക്കൊരു പേരിട്ടാലോ സിനിമയ്ക്ക്? വേണ്ടല്ലേ, അവര് തന്നെ പേരില്ല. നമ്മളിടുന്ന അവരാവശ്യപ്പെട്ടാൽ നമുക്ക് വേണമെങ്കിൽ 2020 എന്നൊരു പേര് പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നത്. അപ്പൊ വേറെ എന്തെങ്കിലും ഒരു ഇനിയിപ്പോ പിന്നെ 2025 ആകുമ്പോഴത്തേക്ക് 2025 എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പേരിടുന്നില്ല. ഈ പേരുകൾ ചടങ്ങ് ചിലപ്പോ അല്ലെ, അതും ഭയങ്കര അപ്ഡേഷൻ ആയിരിക്കും. ഓഡിയോ ലോഞ്ച് പോലെ ടൈറ്റിൽ ലോഞ്ച്. ഇനി മലയാള സിനിമയില് ഈ സിനിമയെ കുറിച്ചിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച വരുന്നത്. കാരണം ഇതിന്റെ ഓരോ അപ്ഡേഷൻ വരുന്നതനുസരിച്ചിട്ട് നമ്മളും പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ അതിന്റെ അപ്ഡേഷൻ ഇങ്ങനെ എത്തിച്ചു. എന്തായാലും നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. പേരിടാത്ത അല്ലെ, ഇപ്പോഴും നിഗൂഢമായി നിൽക്കുന്ന പേരിടാത്ത മമ്മൂട്ടി ലാലേട്ടൻ ചിത്രത്തിനായി കാത്തിരിക്കാം വർഷങ്ങൾക്ക്. മമ്മൂട്ടി ലാലേട്ടനല്ല, മമ്മൂട്ടി ലാലേട്ടൻ, കുഞ്ചാക്കോ, ഫഹദ്, ആസിഫ് അലി, അങ്ങനെ പറയാൻ പറ്റുന്നില്ല. നയൻതാര ഒരു രക്ഷയില്ല. മൾട്ടി സ്റ്റാർ ചിത്രം തന്നെ ആയിരിക്കും. ഒരു സന്തോഷം എന്താ അറിയാം, ഇങ്ങനെയുള്ള സിനിമകൾ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് അന്യഭാഷയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത്രയും ആർട്ടിസ്റ്റുകൾ വെച്ച് മലയാളത്തിലും സിനിമകൾ ചെയ്യാൻ അത് നമുക്കൊരു എന്താ പറയാ, മലയാളികൾക്ക് ഒരു അഭിമാനം. മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ തന്നെ അതൊരു പേരാ. കാരണം പിന്നെ തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് ഒരു മറ്റേ നമ്മുടെ ഇത് വിക്രത്തിന്റെ സിനിമ വന്നില്ലേ, എന്തായിരുന്നു നമ്മുടെ മറ്റേ ഒരു സിനിമ വന്നിട്ട് വിക്രമുണ്ട്, എല്ലാവരും ഉണ്ട്, ജയൻ രവി ഉണ്ട്. അതെ അത് നമ്മുടെ ഇത് പൊന്നിയിൻ സെൽവം മൾട്ടിസ്റ്റാർ മൂവി ആയിട്ട് വേണേ പറയാം. അത്യാവശ്യം കാർത്തിയുണ്ട്, എല്ലാരും ഉണ്ട്, ജയറാം. അത് ആ ഒരു ജോണറിലുള്ള ഒരു സിനിമയാണ്. പക്ഷെ ഇതല്ലല്ലോ. കഥ എന്താണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഇവരുടെയൊക്കെ ക്യാരക്ടർ എന്താണെന്നോ നമുക്ക് അറിയത്തില്ല. ഇപ്പോഴും ആകാംക്ഷയാണ്, അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അല്ലെ, നമുക്ക് അതിന്റെ ഒരു അപ്ഡേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല സിനിമ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ്?